കൊല്ലത്ത് തിരുവോണ നാളിൽ ദളിത് കുടുംബത്തിന് നേരെ ലഹരി സംഘത്തിന്റെ അക്രമം. വീട്ടുമുറ്റത്ത് നിന്ന പെൺകുട്ടികളെ അസഭ്യം പറഞ്ഞ് ചോദ്യം ചെയ്തതാണ് പ്രകോപനമായത്. ശങ്കരമംഗലം സ്വദേശി നാഗലക്ഷ്മിക്കും കുടുംബത്തിനും നേരെയായിരുന്നു അതിക്രമം. കുട്ടികളടക്കമുള്ളവരെ ക്രൂരമായി തല്ലിച്ചതച്ചു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികളെ ബൈക്കിലെത്തിയ സംഘം കേട്ടാലറയ്ക്കുന്ന രീതിയിൽ ഒരു കാരണവുമില്ലാതെ അസഭ്യം പറഞ്ഞതിനെ തുടർന്നാണ് നാഗലക്ഷ്മി ചോദ്യം ചെയ്തത്. പ്രകോപിതരായ ലഹരി മദ്യപ സംഘം പിന്നീട് വീട്ടിൽ കയറി കുട്ടികളെയും മുതിർന്നവരെയും ക്രൂരമായി മർദ്ദിച്ചു. കൊച്ചുകുട്ടികളടക്കമുള്ളവർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ത്രീകളടക്കമുള്ളവരാണ് അക്രമം നടത്തിയത്. കേൾക്കാൻ പറ്റാത്ത ആൾക്കാരുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത ചീത്തയിൽ ഞങ്ങൾ അവിടെ നിന്ന് ചിരിച്ചും കളിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഇവൻ ഈ കിടന്ന് ചീത്ത വിളിച്ചുകൊണ്ട് പോകുന്നത്. പറഞ്ഞാൽ അവന്മാർ ബൈക്കിൽ പോയ 3 ബൈക്കിൽ പോയ ആൾക്കാരും അപ്പുറത്ത് നിന്ന പെണ്ണും അവരുടെ കൂടെ വെള്ളം അടിച്ചുകൊണ്ടിരുന്ന അത്രയും പേര് എന്ന് പറഞ്ഞാൽ 10-25 പേരെങ്കിലും കുറഞ്ഞത് കാണും. എല്ലാവരും കൂടെ വന്ന് ഈ പൊടി കൊച്ചുങ്ങളെന്ന് പോലും നോക്കാതെ എല്ലാ എണ്ണത്തിൻ്റെ തറയിലിട്ട് അടിക്കും പിടിക്കും വലിച്ചെടുത്തോണ്ട് പോകും എന്ന് പറഞ്ഞാൽ ഓരോ പിള്ളേരെ ഓരോ മുക്കിലെ മൂലയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിട്ട് ഇടിച്ചോണ്ടത്. നാഗലക്ഷ്മിയുടെ കൈവിരൽ കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീ ഒടിച്ചു. വലത് കൈയിൽ കടിയേൽക്കുകയും ചെയ്തു. കണ്ടാലറിയുന്ന 5 പേരടക്കം 15 പേർക്കെതിരെ ചവറ പോലീസ് കേസെടുത്തു. ഇവരിൽ 2 പേർ സ്ത്രീകളാണ്. സംഭവത്തിൽ 8 പേരെ പോലീസ് പിടികൂടി. ന്യൂസ് മലയാളം, കൊല്ലം.